ഈ മുഹറവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ട നിലപാട് നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് എന്ന് മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു അടക്കം ഇമാം അസ്സാരി റളിയല്ലാഹു അൻഹു അടക്കമുള്ള പണ്ഡിതന്മാർ വിശദീകരിച്ചു. മുഹറം മാസം വരുമ്പോൾ മഹാന്മാരായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെയും മറ്റു അഹ്ലു ബൈത്തിലെ മഹാന്മാർ ആ മഹാന്മാരുടെ ഷഹാദത്തിന്റെ അവർ രക്തസാക്ഷികളായ ആ സംഭവം അത് മാത്രം എടുത്ത് പറയാൻ പാടില്ല. കാരണം അത് സ്വഹാബത്തിന്റെ ഇടയിൽ നടന്ന ഇജ്തിഹാദിയായ ഒരു വിഷയത്തിന്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെ അപ്പുറത്തും ഇപ്പുറത്തും സ്വഹാബത്തുണ്ട്. എവിടെ ചങ്ങായി അപ്പുറത്ത് സ്വഹാബി? കർബലയിൽ ഈ യുദ്ധം നടക്കുമ്പോൾ അപ്പുറത്ത് ആരാ സ്വഹാബി? യസീദിനെ സ്വഹാബിയാക്കാൻ മുശാവറയുടെ മൗനത്തിൽ ഈ സഖാഫിമാർ ഇറങ്ങിപ്പിടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സാവിയത്തു സൂഫിയ ഉള്ള കാലത്തോളം അതിനനുവദിക്കുകയില്ല. ചരിത്രം കണ്ട ഏറ്റവും വലിയ അക്രമിയാണ് ഈ പറയപ്പെട്ട നീചനായ ഇബ്നു സിയാദും യസീദും. യസീദാണ് മെയിൻ ആൾ. അയാളുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥനാണ് ഇബ്നു സിയാദ്. ഇബ്നു സിയാദാണ് പട്ടാളക്കാരെ നിയന്ത്രിക്കുന്നത്. അയാളുടെ ഓർഡറിലാണ് ഹുസൈനാരുടെ തലയിറക്കുന്നത് റളിയല്ലാഹു അൻഹു. എന്നിട്ട് അപ്പുറത്ത് സ്വഹാബിയാണത്. സ്വഹാബി ആകാത്ത ആളെ സ്വഹാബി എന്ന എന്താ അവസ്ഥ? മുആവിയ നിങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ചൂടായിട്ട് കാര്യമില്ല. എന്താ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇമാമിങ്ങളുടെ വാക്ക് അർത്ഥം പറയാൻ കഴിയില്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കണോ? തെളിയിക്കണം നിങ്ങൾ. ആരാണോ ആ സ്വഹാബി? ഹുസൈനാരെ തലയിറക്കാൻ കൂട്ടുനിന്ന സ്വഹാബിയുടെ പേര് പറയും. യസീദ് സ്വഹാബിയാണോ? ഇബ്നു സിയാദ് സ്വഹാബിയാണോ? എന്നിട്ട് ഓൻ പറയാ യസീദ് തൗബ ചെയ്തിട്ടുണ്ടാവും. നോക്കുങ്ങൾ, ഇവരേത് പക്ഷത്താ ശരിക്കും മനസ്സിലാക്കിക്കോളി. ആരെ പക്ഷത്താ ഇവരെ നിലയുറപ്പിച്ചത്? ഹുസൈനാരെ പറയാൻ പാടില്ല. ആരെ പറയാ? യസീദിനെ പറയാം, ഇബ്നു സിയാദിനെ പറയാം. എവിടെ എത്തി ഇവര്? മശായിഖന്മാരെ കുരുത്തക്കേട് തട്ടി യസീദികളായി അതപ്പതിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തെളിവ് വായിക്കേണ്ട ഗതികേടിലേക്ക് പോയ എ പി സമസ്തക്കാരെ ഒരു മുളം കയറ് വാങ്ങി തൂങ്ങി ചത്തുകൂടെ നിങ്ങൾക്ക്? കേട്ടോളൂ അയാൾ പറയുന്നത് യസീദിനെ കുറിച്ച്. മുഹറം മാസത്തിൽ സംഭവിച്ചിട്ടുള്ള ആ സംഭവങ്ങൾ അത് മുസ്ലിം ലോകം മറക്കാൻ ഇഷ്ടപ്പെടുന്ന സംഭവങ്ങളാണ്. രണ്ട് ഭാഗത്തും ആദരിക്കപ്പെടേണ്ട സ്വഹാബത്താണ്. അതുകൊണ്ട് തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹു വഫാത്തായി. അതേ അല്ലാഹു തആല അവിടത്തേക്ക് വലിയ പദവി നൽകാനുള്ള കാരണമാണ്. എന്നാൽ ബഹുമാനപ്പെട്ടവരുടെ കൊലപാതകത്തിന് കാരണമായ ആളെ യസീദിനെ ശപിക്കാൻ പാടുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട അസ്സാരി ഇമാം തങ്ങൾ ചോദിക്കാണ്. ഫഹൽ യജൂസു ലഅനു യസീദ്, യസീദിനെ ശപിക്കാൻ പാടുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർ പറയാണ് പാടില്ല. കാരണം അദ്ദേഹം തൗബ ചെയ്തിട്ടാണോ മരിച്ചത് അല്ലയോ എന്ന് നമുക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എളാപ്പയായ ഹംസ റളിയല്ലാഹു അൻഹു കൊതിച്ച വഹശി വരെ പിന്നീട് ഇസ്ലാമിലേക്ക് വന്ന് സ്വഹാബിയായിട്ടുണ്ട്. അതുപോലെ മുസ്ലിമായ യസീദ് അദ്ദേഹത്തിന് ആ അബദ്ധം സംഭവിച്ചിട്ടുണ്ട് എന്ന് സ്ഥിരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സംഭവത്തിൽ നിന്ന് അദ്ദേഹം തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലോകം സമ്മതിച്ച കാര്യമല്ലേ ഇത്? തൗബ ചെയ്യും. അവിടെ എന്താ ചർച്ച നേരങ്ങള്? അതാ ചർച്ച നേരം മറിച്ചതാണ്. യസീദിനെ പോലെ ഒരു ധിക്കാരി ഇല്ല എന്ന് ഇമാം അസ്സാരി പറയാണ്. എന്നിട്ട് അവിടെ ഒരു ചർച്ച, ലഅനത്ത് പറയണോ വേണ്ടത്? ലഅനത്ത് പറയണമെങ്കിൽ കുഫറിലാണ് മരിച്ചത് എന്ന് ഉറപ്പ് വേണം. അവനെ കുറിച്ച് ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയാവൂ. അപ്പൊ ഇമാം അസ്സാരി പറഞ്ഞു ചില അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ പോലെയുള്ളവർ ലഅനത്ത് പറഞ്ഞിട്ടുണ്ട്. അവനെ ലഅനത്ത് പറയണം എന്നാണ് അവരുടെ പക്ഷം. എന്നാൽ ചില പണ്ഡിതന്മാർ ലഅനത്ത് പറയണ്ട, അതേരൊക്കെ പറഞ്ഞോളി എന്നാ പറഞ്ഞു.